സ്റ്റുഡൻസ്, ഹായ്, ഞാൻ അനുദീപാണ് സംസാരിക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോയുടെ നമ്മുടെ ഡിസ്കഷൻ എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാം ഡേറ്റ് അടുത്തു. ഈ പരീക്ഷ ഇനി പഠിച്ചു തുടങ്ങിയാലും പാസ്സാകാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിനുള്ള ഡിസ്കഷനാണ്. പറ്റും. തന്ത്രപരമായി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ പറ്റും. അതാണ് എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ 3 കാര്യങ്ങൾ ചിട്ടയോടുകൂടി ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായും ഈ പ്രിലിംസ് പരീക്ഷ കടക്കാൻ സാധിക്കും. ബിക്കോസ് പ്രിലിംസ് ജസ്റ്റ് ഒരു ക്വാളിഫയിങ് പരീക്ഷ മാത്രമാണ്. നമുക്കറിയാം ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, റീസണിങ് അല്ലെങ്കിൽ IT, ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ ഏറ്റവും എളുപ്പമുള്ള സബ്ജക്റ്റുകൾ ഇവയാണ്. ഇത് പഠിച്ചാൽ തന്നെ നമുക്ക് 10-65 മാർക്കിന്റെ സിലബസ് കവേർഡ് ആയി പൊക്കോളും. പിന്നുള്ളത് മറ്റ് GK ടോപ്പിക്സ് ആണ്. അതും പഠിക്കണം കേട്ടോ. നമുക്ക് ഇനി നല്ല സേഫ് സ്കോർ വേണമെങ്കിൽ അതും പഠിച്ചേ പറ്റുള്ളൂ. പക്ഷെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്ത 3 കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായും ഇനിയുള്ള കുറച്ച് സമയം കൊണ്ട് പ്രിലിംസ് എന്ന കടമ്പ കടക്കാൻ സാധിക്കും. പിന്നെ റിക്വസ്റ്റ് എന്ന് പറയുന്നത്, ഇന്ന് ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഒരു PDF അപ്ലോഡ് ചെയ്യും. 300 പേജ് കാണും. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ധാരാളം ചോദ്യങ്ങൾ കിട്ടും. നിങ്ങളുടെ കോൺഫിഡൻസ് നല്ല രീതിയിൽ ബൂസ്റ്റ് ആവും. അതിന്റെ ഡിസ്കഷൻ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിന്നും ആ PDF ഡൗൺലോഡ് ചെയ്ത് പഠിക്കാം. അത്തരം റാങ്ക് മേക്കിംഗ് കണ്ടന്റുകൾക്ക് ടെലിഗ്രാം ചാനൽ മെമ്പേഴ്സ് ആവുക. ചാനലിന്റെ ലിങ്കും ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. എന്തൊക്കെയാണ് ആ 3 കാര്യങ്ങൾ? പരീക്ഷ എന്ന് പറയുന്നത് യുദ്ധം തന്നെയാണ്. യുദ്ധത്തില് യുദ്ധതന്ത്രം, സ്ട്രാറ്റജി നമ്മൾ ഉപയോഗിക്കണം. എന്നാൽ മാത്രമേ യുദ്ധം ജയിക്കാൻ പറ്റുള്ളൂ. ചവറ് പോലെ വാരി വലിച്ച് പഠിക്കുക എന്നുള്ളതല്ല യുദ്ധതന്ത്രം എന്ന് പറയുന്നത്. അതില് നമ്മൾ മൂർച്ചയുള്ള ആയുധങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. അതിൽ ഒന്നാമതായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം കറക്കിക്കുത്താൻ വൃത്തിക്ക് പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. എലിമിനേഷൻ ടെക്നിക്സ് പഠിക്കുക. രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഹോട്ട് ടോപ്പിക്സ് കണ്ടെത്തി പഠിക്കുക. മൂന്നാമത്തെ കാര്യം മോക്ക് ടെസ്റ്റുകൾ ചറപറാന്ന് ചെയ്തു നോക്കുക. അപ്പൊ ഇതിനുള്ള സമയം നമ്മുടെ മുമ്പിൽ ഇപ്പോഴും ഉണ്ട്. ഞാൻ പറയുന്നു, വാരി വലിച്ച് പഠിക്കാനുള്ള സമയം നമ്മുടെ മുമ്പിൽ ഇല്ല. പക്ഷെ ഈ 3 കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം നമ്മുടെ മുമ്പിലുണ്ട്. ഓരോ കാര്യങ്ങളും ഞാൻ താഴെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഒന്നാമതായി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കറക്കി കുത്താനുള്ള കൃത്യമായ പരിശീലനം നേടുക എന്നുള്ളതാണ്. നമ്മുടെ ചാനലിൽ തന്നെ അതിന്റെ ധാരാളം വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് കുറച്ച് ഈസി ക്വസ്റ്റ്യൻസ്, കുറച്ച് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ്, അതൊക്കെ ഒന്ന് കറക്കി കുത്തി ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമോ നോക്കിയാലോ? ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും ബേസിക് കോമൺ സെൻസ് വെച്ച് നമുക്ക് പലപ്പോഴും ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. സിവിൽ സർവീസസ് ഉപയോഗിക്കുന്ന ഈ തന്ത്രം നിങ്ങൾ PSCയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തലവര തന്നെ മാറും. അപ്പോ ആദ്യം ഒരു ഈസി ക്വസ്റ്റ്യൻ നോക്കിയിട്ട് പിന്നെ കുറച്ച് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഈ എലിമിനേഷൻ ടെക്നിക്സ്, കറക്കി കുത്തൽ എത്രത്തോളം മാജിക്കലാണെന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഇത് കഴിഞ്ഞ ഡിഗ്രി ലെവൽ പ്രിലിംസ് 2022 ചോദിച്ച ചോദ്യമാണ്. ചോദ്യം എന്താണ്? സോഷ്യലിസം എന്ന് പറയുന്ന വാക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട്. സോഷ്യലിസം എന്ന വാക്ക് പറയുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദ്യം. സ്റ്റേറ്റ്മെന്റ് നമ്പർ 1, നാഷണലൈസേഷൻ ഓഫ് ഓൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് അബോളിഷൻ ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി. ഈ അബോളിഷൻ ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി, സ്വകാര്യ സ്വത്ത് നിരോധിക്കണം എന്നാണ് പറയുന്നത്. നിങ്ങൾ കിടക്കുന്ന വീട് നിങ്ങളുടെ സ്വന്തമായിരിക്കും. അപ്പൊ അത് സ്വകാര്യ സ്വത്ത് നിരോധിച്ചെങ്കിൽ നിങ്ങൾക്ക് ഇത് വീട് കിട്ടുമായിരുന്നോ? അബോളിഷൻ ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി. അപ്പൊ ഇത് ഇന്ത്യയിൽ ഉണ്ടോ? ഇന്ത്യയിലെ പ്രൈവറ്റ് പ്രോപ്പർട്ടി, സ്വകാര്യ സ്വത്ത് അബോളിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഇതുവരെ? ഇല്ല. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ? ഇന്ത്യൻ ഭരണഘടനയിൽ സോഷ്യലിസം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനകത്ത് സ്വകാര്യ സ്വത്ത് നിരോധിക്കണം എന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? നിങ്ങൾക്ക് ഒരു 5 സെന്റ് ഭൂമി ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്വകാര്യ സ്വത്ത് തന്നെയാണ്. നിങ്ങളുടെ പിടിച്ചു വാങ്ങിക്കാൻ രാഷ്ട്രത്തിന് ഒരു അവകാശമില്ല. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാന്നുള്ളത് നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റോ, nationalization of only major sectors of economy and make some sort of restriction and exercise on private property. Yes. ചില മേഖലകളിൽ ദേശസാൽക്കരണം ഉണ്ട്. ശരിയാണല്ലോ. നമുക്ക് സ്വന്തമായിട്ട് കാർ വാങ്ങിക്കാം, പ്രൈവറ്റ് പ്രോപ്പർട്ടി വാങ്ങിക്കാം. പക്ഷേ ട്രെയിൻ വാങ്ങിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ സ്പേസ് ഷട്ടിൽ വാങ്ങിക്കാൻ പറ്റൂ? അല്ല, ട്രെയിൻ ഒക്കെ നാഷണലൈസ്ഡ് ആ. ട്രെയിൻ അപ്പൊ ചില സെക്ടേഴ്സ് ദേശസാൽക്കരിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ട്രെയിനിൽ പോയിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ കാര്യത്തിലും ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഭൂപരിഷ്കരണമൊക്കെ നമുക്കറിയാം. അപ്പൊ പ്രൈവറ്റ് പ്രോപ്പർട്ടി അബോളിഷ് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷെ ഒരാളുടെ കയ്യിൽ വെക്കാൻ പറ്റുന്ന ഭൂമിക്കൊക്കെ പരിധിയുണ്ട്, അല്ലെ? ലാൻഡ് റിഫോംസ് ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കോമൺ സെൻസ് ആലോചിക്കുമ്പോൾ കറക്റ്റ് ആണ്. അപ്പൊ ഒരു ഉത്തരം B എന്നുള്ളത് കോമൺ സെൻസ് നമുക്ക് എത്താൻ സാധിക്കും. ബേസിക് വിവരം മതി. പക്ഷെ ഇതൊരു ഈസി ക്വസ്റ്റൻ ആണ്. കുറച്ചും കൂടെ കട്ടി ചോദ്യങ്ങളിലേക്ക് ഒന്ന് പോയാലോ? ഇവിടെ നിങ്ങൾക്ക് വേണ്ടത് സ്ട്രെസ് മാനേജ്മെന്റ് എബിലിറ്റി ആണ്. സ്ട്രെസ് മാനേജ്മെന്റ്, പ്രോപ്പറായി നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. ടെൻഷൻ അടിക്കാതെ പരീക്ഷാ ഹാളിൽ ചങ്കും വിരിച്ചിരിക്കാൻ സാധിക്കണം. ഓക്കെ. ചില ആൾക്കാർ ഒന്നും പഠിച്ചില്ലെങ്കിലും പോയി നെഞ്ചു വിരിച്ചിങ്ങനെ ഇരിക്കും. അതല്ല ഞാൻ പറയുന്നത്.
പഠിച്ചിട്ട് പോയിട്ട് ടെൻഷൻ അടിച്ച മാർക്ക് പറയുന്ന വലിയൊരു വിഭാഗം ആൾക്കാരുണ്ട്. അവരെ പറ്റിയാണ് സംസാരിക്കുന്നത്. നിങ്ങൾ അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്, പിന്നെ വേണ്ടത് കോൺഫിഡൻസ് മാത്രമാണ്. അതിന് നിങ്ങളെ ഇത് സഹായിക്കും. ഉദാഹരണത്തിന് ഈ ഒരു ചോദ്യം നമുക്ക് നോക്കാം. ജോഗ്രഫിയിലെ ഒരു വെറൈറ്റി ചോദ്യമാണ്, PSC വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്, ഡിഗ്രി ലെവലിൽ. ചോദ്യം എന്താണ്? ഒരു സ്ഥലത്തെ താപനില, ടെമ്പറേച്ചർ, അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദ്യം. ഇതും ഒരു ഈസി ക്വസ്റ്റൻ ആണ്. ഇതിനുശേഷം ഡിഫിക്കൽട്ട് ക്വസ്റ്റിലേക്ക് നമുക്ക് പോവാം. ചോദ്യം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ? ഇന്റൻസിറ്റി ആൻഡ് ഡ്യൂറേഷൻ ഓഫ് ഇൻസൊലേഷൻ. അതായത് ഇൻസൊലേഷൻ, അതായത് ഇൻകമിങ് സോളാർ റേഡിയേഷൻ, സൂര്യപ്രകാശം അടിക്കുന്നതിന്റെ തീവ്രതയും തോതും അല്ലെങ്കിൽ ഡ്യൂറേഷനും എത്ര സമയം അടിക്കുന്നുള്ളൂ. നമുക്കറിയാം, ഒരു സ്ഥലത്ത് ഭയങ്കര ആയിട്ട് വെയിലടിച്ചാൽ അവിടുത്തെ ടെമ്പറേച്ചർ കൂടും. 1 മണിക്കൂർ വെയിലടിച്ചാൽ ടെമ്പറേച്ചർ കൂടും, 10 മണിക്കൂർ അടിച്ചാൽ അതിലും കൂടും. അപ്പൊ ഇതൊക്കെ കോമൺ സെൻസ് വെച്ച് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരി തന്നെയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റോ, എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ ഇൻ ദെയർ. നമുക്ക് ചില സമയം നമ്മൾ വിയർത്ത് കുളിക്കുമല്ലേ, കേരളത്തിന്റെ പ്രശ്നം എന്താ? നമ്മൾ വിയർത്ത് കുളിക്കും. കാര്യം എന്താ? ഇവിടെ വാട്ടർ വേപ്പർ കൂടുതലാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ. അപ്പം നമ്മുടെ ചുറ്റും വാട്ടർ വേപ്പർ കൂടിക്കഴിഞ്ഞാൽ ചൂട് കൂടും എന്നുള്ള കാര്യം ഏതൊരു മലയാളിക്കും അറിയാവുന്ന ഒരു കേസാണ്. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഒരു സ്ഥലത്തിന്റെ, തേർഡ് സ്റ്റേറ്റ്മെന്റ് ഒരു സ്ഥലത്തിന്റെ ഒരു ലാൻഡ്, ഒരു ഭൂമിയുടെ സർഫസും അതിന്റെ ഓൾട്ടിറ്റ്യൂഡും ഒക്കെ അല്ലെ. നമുക്കറിയാം, ഉയരം കൂടുന്തോറും ചായയുടെ രുചി കൂടും എന്ന് പറയുന്നത് പോലെ ഉയരം കൂടുന്തോറും എന്ത് സംഭവിക്കും? തണുപ്പും കൂടില്ല. ഓൾട്ടിറ്റ്യൂഡ്, ഉയരത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ മൂന്നാറിൽ പോയാൽ നല്ല തണുപ്പാ, പക്ഷേ മറ്റു സ്ഥലങ്ങളിൽ പോയാലോ, കുറച്ച് നിരപ്പായ സ്ഥലത്ത് പോയാലോ ചൂട് കൂടും. അപ്പോൾ നമുക്കറിയാം, ഹിമാലയത്തിന് മുകളിൽ ഭയങ്കര തണുപ്പ്, എന്തുകൊണ്ട്? ഓൾട്ടിറ്റ്യൂഡ് കൂടുന്നുണ്ട്. അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഫോർത്ത് സ്റ്റേറ്റ്മെന്റോ, ഇത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ തന്നെ പറ. ക്ലൗഡ് കവർ, മേഘാവൃതമായ ആകാശമുള്ള ഒരു ദിവസം പൊതുവെ ചൂടായിരിക്കുമോ തണുപ്പായിരിക്കുമോ? നല്ല രീതിയിൽ മേഘം കെട്ടിക്കിടക്കുകയാണെങ്കിൽ നമുക്കറിയാം ഭയങ്കര ഉഷ്ണമായിരിക്കും അല്ലെ. യെസ്, ഫോർത്ത് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ജീവിതം കൊണ്ട് ഉത്തരത്തിലേക്ക് എത്തേണ്ടതാണ്. ഡി, എല്ലാ സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. പക്ഷെ ഇതൊക്കെ NCERT-യിലും SCERT-യിലും ഒക്കെ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് നമുക്ക് മറ്റൊരു ചോദ്യം ഒന്ന് നോക്കിയത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനാണ് ഓരോരോ ചോദ്യങ്ങളുടെ ഡിഫിക്കൽട്ടി ലെവൽ കൂട്ടി നിങ്ങളെ പഠിപ്പിക്കുന്നത്. അത് ഈ ഒരു ചോദ്യം നിങ്ങൾ നോക്കി, ഗ്ലേഷ്യർ ലാൻഡ് ഫോംസ്, അതായത് ഗ്ലേഷ്യർ അല്ലെ, ഗ്ലേഷ്യർ അന്റാർട്ടിക്കയിലൊക്കെയുള്ള ഗ്ലേഷ്യർ, അതുമൂലം ഉണ്ടാകുന്ന ഭൂരൂപങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. നമുക്കറിയാം, വെള്ളം ഒഴുകുമ്പം അവിടെ ചാല് വരും, അത് ഒരു ഭൂരൂപമാണ്. അതുപോലെ തന്നെ അതിൽ കാറ്റടിക്കുമ്പം ഇറോഷൻ സംഭവിക്കും. അതുപോലെ ഗ്ലേഷ്യർ, ഇതിന്റെ ഭാഗമായി ഉണ്ടാവുന്ന ഭൂരൂപം ഏതെന്നാ ചോദ്യം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ക്ലിഫ്, പാറക്കെട്ടുകൾ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ വർക്കല ക്ലിഫിൽ പോയിട്ടുണ്ടോ എനിക്ക് അറിയത്തില്ല. നിങ്ങൾ ക്ലിഫ് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. കേരളത്തിൽ എവിടെയെങ്കിലും ഗ്ലേഷ്യർ ഉണ്ടോ? ചോദ്യം നമ്പർ 1, കേരളത്തിൽ എവിടെയെങ്കിലും ഗ്ലേഷ്യർ ഉണ്ടോ? ഇല്ലല്ലോ. പക്ഷെ കേരളത്തിൽ ക്ലിഫ് ഉണ്ടേ. അപ്പൊ ക്ലിഫ് ഗ്ലേഷ്യർ ലാൻഡ് ഫോം ആണെന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ കോമൺ സെൻസ്, നിങ്ങളുടെ യുക്തി ചിന്തയോട് തന്നെ ചോദിച്ചു നോക്കുക ഈ ചോദ്യം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, ക്ലിഫ് ഉള്ള സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ അതിന് A പോയി. പിന്നെ വാട്ടർഫോൾസ് കണ്ടിട്ടില്ലാത്ത ആൾക്കാർ കാണത്തില്ല. വെള്ളച്ചാട്ടം, ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ഉണ്ട്, ഇഷ്ടംപോലെ വെള്ളച്ചാട്ടം ഉണ്ട്. അതിന്റെ ഫോട്ടോ എങ്കിലും കണ്ടിട്ടുള്ള ആൾക്കാരായിരിക്കുമല്ലോ നിങ്ങൾ. അപ്പോ കേരളത്തില് ഗ്ലേഷ്യർ ഉണ്ടോ വെള്ളച്ചാട്ടം ഉണ്ടാവാനായിട്ടില്ല. അതുപോലെ ഗ്ലേഷ്യർ ലാൻഡ് ഫോം ആണ് വാട്ടർഫോൾ എന്ന് പറയാൻ ഒക്കത്തില്ല, അത് തെറ്റാണ്. അപ്പോ അതും തെറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും തെറ്റാണ് അല്ലെ. ഡിയും പോയി. അപ്പൊ നമ്മുടെ മുമ്പിൽ ഒരു ഒറ്റ ചോദ്യമേ ഉള്ളൂ, B ആണോ C ആണോ ശരിയായ പ്രസ്താവന? ഡ്രംലിൻസ് പൊതുവെ അധികാരം കേട്ടിട്ടില്ലാത്ത ഒരു വാക്കാണ്. ബർച്ചൻസ്, ഇതും പൊതുവെ ആരും കേട്ടിട്ടില്ല. ഇവിടെയാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലാക്കുക, നിങ്ങൾ 50-50 പകുതി ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് പകുതി ഓപ്ഷൻസ് എത്തി നിങ്ങൾ ചൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പൊ കറക്കി കുത്താൻ മാത്രം നിൽക്കുകയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം ചോദ്യങ്ങൾ കിട്ടത്തില്ല. പക്ഷെ പകുതിയിലേക്ക് എത്താൻ സാധിച്ചു, അതൊരു വിന്നാണ്, അതൊരു വിജയം തന്നെയാണ്. ശരി, കുറച്ച് നിങ്ങൾ ഹോട്ട് ടോപ്പിക്സുകൾ ഐഡന്റിഫൈ ചെയ്ത് കുറച്ചൊന്ന് കഷ്ടപ്പെട്ട് ചില ഏരിയാസ് കൂടെ പഠിക്കുകയാണെങ്കിൽ, കുറച്ച് ആഴത്തിലിറങ്ങി പഠിക്കുകയാണെങ്കിൽ ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടും. കാര്യം നമുക്കറിയാം, ബർച്ചൻസ് ഡെസേർട്ട് ലാൻഡ് ഫോം ആണ് അല്ലെ. ഈ പറഞ്ഞ പോലെ മരുഭൂമിയിൽ കാണുന്ന ലാൻഡ് ഫോം ആണ് ബർച്ചൻസ് എന്ന് നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ, ഗ്ലേഷ്യർ എന്തായാലും മരുഭൂമി അല്ലല്ലോ. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് തെറ്റെന്ന് പറയാൻ പറ്റും. ഇതിന്റെ ഉത്തരം എന്തൊരു C എന്നുള്ള ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അപ്പൊ ഈ ലെവലിലാണ് നമുക്ക് വേണ്ടത്. നമുക്ക് കറക്കി കുത്താനും അറിയണം, അറ്റ് ദ സെയിം ടൈം ഹോട്ട് ടോപ്പിക്സ് അല്ലെങ്കിൽ ബേസിക് ആയുള്ള കാര്യങ്ങൾ അറിയണം. പക്ഷെ അതിനി വലിച്ചു വാരി പഠിക്കാനുള്ള സമയവും സാഹചര്യവും നിങ്ങൾക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഹോട്ട് ടോപ്പിക്സ് പഠിക്കുക. ഐഡിയലി നമ്മൾ പഠിക്കുമ്പോൾ സിലബസ് വെടിപ്പിന് തന്നെ പഠിക്കണം. ഞങ്ങളുടെ ക്ലാസ്സസും അങ്ങനെ തന്നെയാണ്, തുടക്കം തൊട്ട് ഒടുക്കം വരെ സിലബസ് പഠിപ്പിക്കും. പക്ഷെ ഇനി നിങ്ങൾക്കത് പഠിക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് ഹോട്ട് ടോപ്പിക്സ്, ഓരോ സബ്ജക്റ്റിന് ഹോട്ട് ടോപ്പിക്സ് ഏതാന്നുള്ള വീഡിയോ ഞാൻ യൂട്യൂബ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി നിങ്ങൾ അതിനെ കറക്റ്റ് ഐഡിയ കിട്ടും. ഇപ്പൊ ഹോട്ട് ടോപ്പിക്സ് ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ഉറപ്പായും ഫണ്ടമെന്റൽ റൈറ്റ്സ്, DPSP, ഫണ്ടമെന്റൽ ഡ്യൂട്ടി, പ്രിയാമ്പിൾ എന്നീ മേഖലയിൽ നിന്നൊരു ചോദ്യം വരാറുണ്ട്. അപ്പൊ കടൽ പോലെ കിടക്കുന്ന സിലബസ് ഇനി പഠിച്ചു തീർക്കാനുള്ള സമയവും സാഹചര്യം നിങ്ങൾക്കില്ല. പക്ഷേ ഹോട്ട് ടോപ്പിക്സ് പഠിക്കാനുള്ള സാഹചര്യം നിങ്ങൾക്കുണ്ട്. ഹോട്ട് ടോപ്പിക്സ് ഏതൊക്കെയാണ് ഞാൻ കൃത്യമായി യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട്, അത് കണ്ടു പഠിക്കാം. ഇതാണ് രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഫസ്റ്റ് കാര്യം കറക്കി കുത്താൻ പഠിക്കുന്നു. സെക്കൻഡ് കാര്യം ഹോട്ട് ടോപ്പിക്സ് പഠിക്കുന്നു. മൂന്നാമത് ചെയ്യേണ്ടതിന്റെ കാര്യം നമ്മളിപ്പോ ഒരു യുദ്ധമാണ് ഞാൻ പറഞ്ഞു. യുദ്ധത്തില് നമുക്ക് ആയുധം പ്രയോഗിക്കാറിയാണ്, അല്ലെങ്കിൽ നല്ല മൂർച്ചയുള്ള ആയുധം പോക്കറ്റിലുണ്ട്, അല്ലെങ്കിൽ അവനാഴി നല്ല അമ്പിടുന്നൊരു കാര്യമില്ല. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റണം. ആ ഒരു സ്കിൽ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ മാതൃകാ പരീക്ഷകൾ എഴുതി നോക്കി വരത്തുള്ളൂ. PSCയുടെ തന്നെ മുൻകാല വർഷ ചോദ്യങ്ങൾ എത്ര എണ്ണം ഉണ്ടെന്ന് അറിയോ? നിങ്ങൾ അത് പഠിക്കുക. പരീക്ഷകൾ, മോഡൽ ടെസ്റ്റുകൾ എഴുതാം. ഈ മോക്ക് ടെസ്റ്റുകൾ എഴുതാൻ കുട്ടികൾക്കുള്ള വിമുഖതയുടെ പ്രധാനപ്പെട്ട റീസൺ മാർക്ക് കുറഞ്ഞാൽ കോൺഫിഡൻസ് പോകും എന്നുള്ളതാണ്. പക്ഷേ കോൺഫിഡൻസ് പോകാൻ പാടില്ല. തുടക്കത്തിലെ പരീക്ഷയിൽ മാർക്ക് കുറയുന്നുള്ളത് സ്വാഭാവികം. ഒരു കുട്ടി നടക്കാൻ പഠിക്കുന്നത് എങ്ങനെയാണ്? നടക്കും വീഴും, അങ്ങനല്ലേ. പക്ഷെ അവസാനം അവൻ ഓടാൻ വരെ പഠിക്കും. അപ്പൊ ആ ഒരു മെന്റാലിറ്റി, ചൈൽഡിന്റെ മെന്റാലിറ്റിയാണ് നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടത്. മാതൃകാ പരീക്ഷകൾ കൃത്യമായിട്ടുള്ള ടൈം ഇന്റർവൽ വെച്ച് എഴുതുക. കാര്യം യഥാർത്ഥ പ്രിലിംസ് പരീക്ഷയ്ക്ക് മുമ്പ് നിങ്ങൾ 10 മോക്ക് ടെസ്റ്റുകൾ എഴുതിയിട്ടുണ്ടെങ്കിൽ പ്രിലിംസിലെ നിങ്ങളുടെ പെർഫോമൻസ് വേറെ ലെവലായിരിക്കും. പക്ഷെ ആദ്യത്തെ ടെസ്റ്റ് എഴുതുമ്പോൾ നമ്മുടെ മനസ്സ് പതറാൻ പാടില്ല. അടുത്ത ടെസ്റ്റിൽ കോൺഫിഡന്റ് ആയി എഴുതി പോകണം. ഇവിടെ അസോസിയേറ്റഡ് ഫാക്ടുകളും പഠിക്കണം. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് നിങ്ങൾ കൃത്യമായും ചെയ്യാനുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് ഇതൊരു ബാച്ചിന്റെ ഭാഗമായി പഠിക്കണം അല്ലെങ്കിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രിലിംസ് വിന്നേഴ്സ് ബാച്ച് അവൈലബിൾ ആണ്. ഈ പറഞ്ഞ 3 കാര്യങ്ങളും ഇവിടെ അടിമുടി ചെയ്തിട്ടുണ്ട്. ഞാൻ ഉദാഹരണം നിങ്ങളെ കാണിച്ചു തരാം. ഈ പ്രിലിംസ് വിന്നേഴ്സ് ബാച്ചിന്റെ ഭാഗമായിട്ട് ഏകദേശം 12ഓളം മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് കിട്ടും. നേരത്തെ മോക്ക് ടെസ്റ്റുകൾ. ആ മോക്ക് ടെസ്റ്റ് വഴി ഇത്ര ഹോട്ട് ടോപ്പിക്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് സമഗ്രമായി കവർ ചെയ്ത് കിട്ടും. ഉദാഹരണത്തിന് ഇതിപ്പോ ഞങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റ് ആണ്. ഇതിൽ ഈ ചോദ്യം കണ്ടോ? 5 ഇയർ പ്ലാൻ. എക്കണോമിക്സ് നമുക്ക് എന്തായാലും ഒരു ചോദ്യം എടുത്ത് പ്രതീക്ഷിക്കുന്ന ഒരു മേഖലയാണ് 5 ഇയർ പ്ലാൻസ്. അപ്പൊ അതിനെ പറ്റി ഒരു ചോദ്യം ചെയ്യിപ്പിക്കുന്നു. അതിന്റെ അസോസിയേറ്റഡ് ഫാക്ടുകളിൽ പ്രധാനപ്പെട്ട 5 ഇയർ പ്ലാൻസിന്റെ ബുള്ളറ്റ് പോയിന്റ്സ്, ഏറ്റവും ആവശ്യമുള്ള പോയിന്റുകൾ മാത്രം നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഈ PDF ഞാൻ ടെലിഗ്രാമിൽ നിന്ന് അപ്ലോഡ് ചെയ്യും. ചാനലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാം. ഈ ഒരു PDF നിങ്ങൾക്ക് ധാരാളം ചോദ്യങ്ങൾ വരും. അതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർട്ടിക്കിൾ 15 പറ്റി ഒരു ചോദ്യം വരികയാണെങ്കിൽ അതുമായി ഇനി ഭാവിയിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ഈ അസോസിയേറ്റഡ് ഫാക്ട്സ് വഴി കവർ ചെയ്യും. അപ്പൊ അതാണ് നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ചുരുക്കം സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യം. അപ്പൊ ഇത്തരത്തിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഏത് ടോപ്പിക്കാണ്, അല്ലെങ്കിൽ IT ആണോ നിങ്ങൾക്ക് വീക്ക്, അല്ലെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജി ആണോ, എക്കണോമിക്സ് ആണോ, ജോഗ്രഫി ആണോ നിങ്ങൾക്ക് വീക്ക് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അതിന്റെ ക്ലാസ്സസ് ഞങ്ങളുടെ ഈ ബാച്ച് നിന്ന് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. സിലബസ് സമഗ്രമായും കവർ ചെയ്യുന്ന വീഡിയോസ് ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലാ ക്ലാസ്സുകളും കാണാനുള്ള സമയം നിങ്ങൾക്കില്ല. അത് കാണുകയും വേണ്ട ഇനിയുള്ള സമയത്ത്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള സബ്ജക്ട്, നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണോ ബുദ്ധിമുട്ട്, ഏത് സബ്ജക്റ്റ് ആണോ നിങ്ങൾ ഭയപ്പെടുന്നത്, ആ സബ്ജക്ട് തിരഞ്ഞു പിടിച്ച് കാണുക. നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ മെന്റർ ഈ ഒരു ബാച്ചിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ 1399 രൂപ ഫീസിൽ ലിമിറ്റഡ് ടൈം ഓഫറിൽ ഇട്ടിട്ടുണ്ട്. യഥാർത്ഥ ഫീസ് 5000 ആയിരുന്നു. സോ ഈ ഒരു ബാച്ച് യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കമ്പോണൻസ് എല്ലാം നിങ്ങൾക്ക് ഒരു ഒറ്റ ക്ലാസ് റൂം പ്രോഗ്രാമിന്റെ ഭാഗമായി ലഭിക്കും. ഇഷ്ടംപോലെ ക്ലാസ്സുകൾ, റിവിഷൻ ക്ലാസ് ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾക്ക് ഒരുപക്ഷെ ഇതിനകത്ത് ഫുൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും റിവിഷൻ ക്ലാസ്സുകളും പിന്നെ ഈ ടെസ്റ്റ് സീരീസിന്റെ ഡിസ്കഷനും ഓരോ ടെസ്റ്റ് കഴിയുമ്പോഴും അതിന്റെ മെയിൻ പോയിന്റ്സ് നിങ്ങളിലേക്ക് ഷൂട്ട് ചെയ്ത് വരുന്ന രീതിയിൽ ഡിസ്കഷൻസ് അറേഞ്ച് ചെയ്യുന്നുണ്ട് UPSC PSC ഫാക്കൽറ്റീസ് വഴി. സോ ആ ഡിസ്കഷൻസ് കൃത്യമായി കാണുക, റിവിഷൻ ക്ലാസ്സുകൾ കൃത്യമായി ഫോളോ ചെയ്യുക. ഇതിൽ മിനിമം ഒരു 10 ടെസ്റ്റ് എങ്കിലും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അത്രയും ചെയ്താൽ തന്നെ പ്രിലിംസിൽ ഒരു സേഫ് സ്കോറിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. ഇത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമാണ്. ഒരു മനസ്സാണ് നമ്മൾ വെക്കേണ്ടത്. കാര്യം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടർ ഇനി എത്ര വർഷം കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം വിളിക്കുക, അത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പൊ ഈ ഒരു രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ ഒരു മൈൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനിയുള്ള കുറച്ച് മാസം, 2-3 മാസമല്ലേ ഉള്ളൂ, ആ മാസം എന്റെ കൂടെ നിന്ന് വർക്ക് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ ഈ ബാച്ച് നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ് ചെയ്യാം. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്ന ബാച്ചിന് കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കും. തുടർന്നും ഫ്രീ കണ്ടന്റുകൾ ടെലിഗ്രാം യൂട്യൂബ് വഴി നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഹോട്ട് ടോപ്പിക്സിന്റെ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ കാണുക. അപ്പൊ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ട് എനിക്ക് നിങ്ങളുടെ സൈഡിൽ നിന്ന് വേണ്ടത് ഒരു അഷുറൻസ് ആണ്. നിങ്ങൾ പ്രിലിംസ് പഠിച്ചു തുടങ്ങും എന്നുള്ള അഷുറൻസ് കമന്റ് സെക്ഷനിൽ തരിക. ഇനി പഠിച്ചാൽ ജയിക്കാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഇനി പ്രസക്തി ഇല്ല. ഉറപ്പായും ജയിക്കാൻ സാധിക്കും. സ്മാർട്ട് വർക്കും തന്ത്രപരമായിട്ടുള്ള അപ്രോച്ചസും വഴി നിങ്ങൾക്കത് സാധിച്ചിരിക്കും. ധാരാളം വിദ്യാർത്ഥികൾ ചെയ്യാറുണ്ട്. നമുക്കറിയാം, പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ഒരു മാസം കൊണ്ട് പ്രിലിംസ് ക്ലിയർ ചെയ്തു, 2 മാസം കൊണ്ട് ക്ലിയർ ചെയ്തു. പോസിബിൾ ആണ്. ബിക്കോസ് പ്രിലിംസ് ഒരു ക്വാളിഫയിങ് എക്സാം മാത്രമാണ്.
മെയിൻസിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് വ്യത്യസ്തമാണ്. അത് ഓരോ മാർക്കിനും വേണ്ടിയുള്ള ഫൈറ്റ് ആണ് മെയിൻസ് സെഗ്മെന്റ് നമ്മൾ നടത്തേണ്ടത്. പ്രിലിംസ് ജസ്റ്റ് പാസ്സാവുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. സോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഇനി അടുത്ത ഒരു വീഡിയോ ഏത് ടോപ്പിക്കിൽ വേണമെന്നും നിങ്ങൾക്ക് പറയാവുന്നതാണ്. താങ്ക് യു. ബൈ.